ഈ ഒരു വീഡിയോ തികച്ചും കൗതുകകരമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ തുടക്കക്കാർക്കൊരു ചെറിയൊരു അറിവ് കൂടെയാണ്. അപ്പോൾ ഈ കാണുന്ന 2 ക്രൈഫിഷുകൾ ആ നിലത്ത് കിടക്കുമ്പോൾ ചുറ്റോട് ചുറ്റും കുറേ ക്രൈഫിഷുകൾ വേറെയുണ്ട്. അപ്പോൾ അവന്മാർ ഈ കിടക്കുന്നത് ഡെഡായിട്ട് കിടക്കുന്നതൊന്നുമല്ല കേട്ടോ, കടി കൂടുന്നതുമല്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊരു അറിവിന് വേണ്ടിയിട്ടാണ്. മെയ്റ്റിംഗ് ആണ് നടക്കുന്നത്, ഇണചേരലാണ് നടക്കുന്നത്. മെയിൽ ക്രൈഫിഷ് ഫീമെയിൽ ക്രൈഫിഷിനെ കീഴ്പ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു ശരീരഘടന ആ സമയത്ത് ഉണ്ടാവുക. മെയിൽ ക്രൈഫിഷ് അവൻ്റെ കൈ കൊണ്ട് ഫീമെയിൽ ക്രൈഫിഷിൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് അവൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കീഴ്പ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയ്റ്റിംഗ് സമയത്ത് കാണാൻ പറ്റുക. അതുപോലെ മെയ്റ്റിംഗ് സമയത്ത് ക്രൈഫിഷുകളുടെ മറ്റൊരു പ്രത്യേകത, എന്ത് ഡിസ്റ്റർബൻസ് ഉണ്ടായാലും അവർ വിട്ടുപോകില്ല എന്നുള്ളതാണ്. ബാക്കി ഏത് ജീവികളായാലും ആ സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ എണീറ്റ് ഓടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ക്രൈഫിഷുകൾ അങ്ങനെയല്ല. ഈ കാണുന്ന പോലെ കണ്ട അത്രയും ക്രൈഫിഷുകൾ ചുറ്റോട് ചുറ്റും നിൽക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അത് ബാധിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ആ ടാങ്ക് മൊത്തം വെള്ളമൊക്കെ മാറ്റി ക്ലീനാക്കി എടുത്തിട്ട് പോലും അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. അവരാ ചെയ്യുന്ന പ്രക്രിയയിൽ വളരെ ശ്രദ്ധാലുക്കളായിട്ട് അവിടെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതൊക്കെയാണ് തുടക്കക്കാർക്ക് ഒരു ചെറിയൊരു അറിവാണ്. കാരണം ഇതിങ്ങനെ കടി കൂടുന്നതല്ല, നിങ്ങളവരെ വിടിയിച്ച് കളയേണ്ട ആവശ്യമില്ല. ഒരു മീറ്റിംഗ് നടക്കുന്നതാണ്, അതിങ്ങനെ കുറച്ച് സമയം നീണ്ടു നിൽക്കും. നമ്മളതിന് കാവലിരിക്കേണ്ട കാര്യമില്ല. അവർ സമയം കഴിയുമ്പോൾ അവർ തന്നെ വിട്ടുപോയിക്കോളും. അതുപോലെ തന്നെ അവർക്ക് എന്ത് ഡിസ്റ്റർബൻസ് ഉണ്ടായാലും അതവരെ ബാധിക്കുകയില്ല. ഇതുപോലെ മെയ്റ്റിംഗ് ഒക്കെ നടക്കണത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഫീമെയിൽ ക്രൈഫിഷിനെ ചെറുതായിട്ടൊന്ന് നിരീക്ഷിച്ച് തുടങ്ങണം. അവളുടെ വാലിൻ്റെ അടിഭാഗത്ത് വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഘട്ടം ഘട്ടം ഓരോന്ന് നമ്മൾ ശ്രദ്ധിച്ച് അവളെ നമ്മൾ ലാസ്റ്റ് നോക്കുമ്പോൾ അവളുടെ വയറിൻ്റെ അടിഭാഗത്ത് ഫുള്ള് എഗ്ഗ് ലോഡായിരിക്കുന്ന സമയം കാണാം. ആ സമയത്ത് അവളെ നമ്മൾ പ്രത്യേകം മാറ്റി വേറെ ടബ്ബുകളിലേക്ക് ഇടേണ്ടതാണ്. കാരണം പിന്നെയും അവളെ നമ്മൾ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ മെയിൽ ക്രൈഫിഷുകൾ പിന്നെയും വെറുതെ ഇരിക്കില്ല. അവരെ മീറ്റിങ്ങിന് ചെല്ലും. ആ എഗ്ഗുകളൊക്കെ നശിപ്പിച്ച് കളയാനൊക്കെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കടി കൂടാനുള്ള സാധ്യതയുണ്ട്, എഗ്ഗ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീറ്റിംഗ് കണ്ടാൽ ഫീമെയിൽ ക്രൈഫിഷിനെ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യണം. അവരെ നമ്മൾ പിടിച്ച് മാറ്റിയിടേണ്ട സമയത്ത് മാറ്റിയിട്ട് തന്നെ വേണം. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികളും നഷ്ടപ്പെടാണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു എണ്ണത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.